In this class, we shall continue our discussions on check. Check is a negotiable instrument. Again, promissory note is a negotiable instrument. Bill of exchange is a negotiable instrument. Then again, hundi is a negotiable instrument. It's a bill of exchange written in vernacular language or local language. Then what is a check? Then according to section 6 of the Negotiable Instruments Act as amended 2002, Negotiable Instruments Act ഒറിജിനൽ ആക്ട് നിലവിൽ വന്നത് 1881 അതിങ്ങനെ പലപ്പോഴായിട്ട് അമെൻമെൻ്റ് ഒക്കെ നടത്തിയിട്ട് 2002 ആക്ട് പ്രകാരം നമ്മൾ ആ സെക്ഷൻ 6 ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 6 a check is a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand. ഈ otherwise than on demand ഇവിടം വരെയാണ് ഒറിജിനൽ ആക്ടിൽ ഉണ്ടായിരുന്നത്. 1881 ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം ചെക്കിന് ഡെഫിനിഷൻ പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നു. 2002 അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് വീണ്ടും 2-3 വാക്കുകളും കൂടെ ഒരു അല്പം കൂടി അവർ ആഡ് ചെയ്തു. അതെന്താണ്? ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് എ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് എ ചെക്ക് ഇൻ ഇലക്ട്രോണിക് ഫോം ഈ 2 കാര്യങ്ങൾ ആഡ് ചെയ്തത് 2002 അപ്പം നിലവിൽ ഒരു ചെക്കിൻ്റെ കാറ്റഗറിയിൽ ട്രങ്കേറ്റഡ് ഫോം ആൻഡ് ഇലക്ട്രോണിക് ചെക്കും അതുപോലെ തന്നെ ചെക്കിൻ ഇലക്ട്രോണിക് ഫോം ഇത് 2 കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 കൂടി ഉൾപ്പെടുത്തിയതിൻ്റെ ബേസിക് ക്യാരക്ടർ റിമീൻസ് ഇറ്റ്സ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ് ടു ബി പേയബിൾ. ഇപ്പം പേയബിൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ആൻഡ് നോട്ട് എക്സ്പ്രസ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഇപ്പം ഡിമാൻഡ് കിട്ടിയാൽ മാത്രം പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് സെക്ഷൻ 6 2002 പ്രകാരമുള്ള ഡെഫിനിഷനാണ്. ഇനി നമ്മൾ ഈ ഡെഫിനിഷൻ പ്രകാരം ചെക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 5 കൊടുത്തിട്ടുണ്ട്. അപ്പം സെക്ഷൻ 5 ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. So as per section 5 of the same act, that means as per section 5 of the Negotiable Instruments Act 2002, bill of exchange is an instrument in writing containing an unconditional order. So in case of bill of exchange, it is an instrument in writing containing an unconditional order signed by the maker and directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. The section 5 Negotiable Instruments Act 2002 കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. ഇത് പ്രകാരം എന്താ? ഇറ്റ് ഈസ് an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the maker of the instrument or to the bearer of the instrument. Bearer of the instrument ഇതാരാണോ ഈ ഇൻസ്ട്രുമെൻ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഈ 2 ഡെഫിനേഷൻസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ചെക്കിൻ്റെ ഡെഫിനേഷനും അത് സെക്ഷൻ 6 പ്രകാരം, ദെൻ സെക്ഷൻ 5 പ്രകാരമുള്ള ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനേഷൻ. ദെൻ നമ്മൾ ഈ 2 ഡെഫിനേഷനും കൂടി ഒന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് എന്താണെന്ന് നമ്മളൊരു മറ്റൊരു ഡെഫിനേഷൻ പോലെ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ എ ചെക്ക് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. ഇപ്പം എന്താണ് ചെക്ക്? ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ് ആണ്. ഓർ ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം. ഇൻസ്ട്രുമെൻ്റ് റൈറ്റിംഗ് മാത്രമല്ല, 2002 അമെൻമെൻറ്റ് പ്രകാരം ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും ആകാം. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇപ്പം ഇത് റൈറ്റിങ്ങിലാണെങ്കിലും ഇലക്ട്രോണിക് ഫോമിലാണെങ്കിലും ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഒരു ബാങ്കറിൻ്റെ മേലാണ് ചെക്ക് ഡ്രോ ചെയ്യപ്പെടുന്നത്. then signed by the maker directing the banker
to pay on demand a certain sum of money only to a certain person or to his order or to the bearer of the instrument. ഇവിടെ 2-3 കാര്യങ്ങൾ എന്താ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫോർമാറ്റിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊരു ബാങ്കിൻ്റെ മേലാണ് എല്ലായ്പ്പോഴും ഡ്രോൺ അപ്പോൺ എ സ്പെസിഫൈഡ് ബാങ്കർ. എവിടെയാണോ ഒരു കസ്റ്റമർക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കറിൻ്റെ മേലാണ് ഇത് ഡ്രോ ചെയ്യുന്നത്. ബാങ്കറിന് നിർദ്ദേശം കൊടുക്കുന്നു, ഈ ചെക്കുമായിട്ട് വരുന്ന ആൾക്ക് നിശ്ചിത എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് കിട്ടുന്നയാൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്താൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു ബാങ്ക് അറിയുന്നത് തന്നെ ആ ചെക്കുമായിട്ട് ഒരാൾ ബാങ്കിൽ പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്, അത് ഓർത്തിരിക്കണം. ഡിമാൻഡ് ചെയ്താൽ മാത്രം പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യതയുള്ളൂ. നമ്മൾ ഈ ഡെഫിനിഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വാട്ട് ആർ ദ റെക്വിസിറ്റ്സ് ഓഫ് എ വാലിഡ് ചെക്ക്. ഇപ്പോൾ ഒരു വാലിഡ് ചെക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ആദ്യം എന്താ നമ്മൾ ഡെഫിനിഷൻ പറയും, എ ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഒരു ചെക്ക് എല്ലായ്പ്പോഴും റൈറ്റിങ്ങിലായിരിക്കണം. എ ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. റൈറ്റിങ്ങിൽ മാത്രമേ ഒരു ചെക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓറലായിട്ടൊരു ചെക്ക് ബാങ്കിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓറൽ ചെക്കില്ല. ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ദെൻ റൈറ്റിങ്ങിൻ്റെ ഇത് വേണമെങ്കിൽ പെൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ, ഇനി ഈവൻ പെൻസിൽ സാധാരണഗതിയിൽ ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. നോട്ട് എൻകറേജ്. അപ്പോൾ അതിനെന്താ, ഒരു ബാങ്കുകൾ അതിനെ എൻകറേജ് ചെയ്യാറില്ല. ഇൻ എനി വേ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അതാണ് ആദ്യത്തെ ഒരു വാലിഡ് എസെൻഷ്യൽ റെക്വിസിറ്റ് ഓഫ് വാലിഡ് ചെക്കിൻ്റെ ഒന്നാമത്തെ എസെൻഷ്യൽ റെക്വിസിറ്റാണ് ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. സെക്കൻഡ്ലി, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇപ്പോൾ ചെക്കിന് എല്ലായ്പ്പോഴും എന്താ, ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്. കണ്ടീഷൻസ് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് സം കണ്ടീഷൻ ഈസ് അറ്റാച്ച് ടു ദി ഓർഡർ, ദെൻ ദ ചെക്ക് ബിക്കം എന്താണത്, ഇൻവാലിഡ് ചെക്കായിട്ട് പോകും. അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യത ബാങ്കിനില്ല. ഒരു ചെക്കിൻ്റെ ആ റൈറ്റിംഗിൽ എഴുതി വെച്ചിരിക്കുകയാണ്, only make the payment only after receiving a written receipt. ബാങ്കിന് നിർദ്ദേശം കൊടുത്ത ആ ചെക്ക് ഒരു വാലിഡ് ചെക്കല്ല. കാരണം ദി ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. നമ്മളതിൻ്റെ ആ ചെക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന റിട്ടേൺ ഓർഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. സോ ഇറ്റ് മസ്റ്റ് ബി, എ ചെക്ക് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. സെക്കൻഡ്ലി, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ ഓർഡർ. പേ ടു സച്ച് ആൻഡ് സച്ച് പേഴ്സൺ ആൻ എമൗണ്ട് മെൻഷൻ ദി ചെക്ക്. അതേ ഉള്ളൂ, കണ്ടീഷൻസ് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഇപ്പോൾ നമുക്ക് ഒരു കസ്റ്റമറിന് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ മേലായിരിക്കും ഇത് ഡ്രോ ചെയ്യുന്നത്. കസ്റ്റമർക്ക് ബാങ്ക് കൊടുക്കുന്ന ചെക്ക് ബുക്കിൽ വേണം ഒരു ചെക്ക് ഡ്രോ ചെയ്യാനായിട്ട്. So that is why we can say a check is always drawn on a specified banker where a customer got an account. കസ്റ്റമറിന് അക്കൗണ്ട് ഉള്ള ആ ബാങ്കിൽ മാത്രമേ അത് ഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി മേക്കർ, അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി ഡ്രോയർ. ആരാണോ ഈ ചെക്ക് ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ, ഹി മസ്റ്റ് സൈൻ ദി ചെക്ക്. അപ്പം ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സൈൻഡ്. ഇനി ഒരു ചെക്കിൻ്റെ കാര്യത്തിൽ എന്താ, അക്കൗണ്ട് ഹോൾഡറിൻ്റെ സ്പെസിമെൻ സിഗ്നേച്ചർ ബാങ്കിൻ്റെ കൈവശമുണ്ട്. സോ ദി സിഗ്നേച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദി ചെക്ക് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി ഡ്രോയർ. Drawer must be properly signed. He must properly sign the check. So it must be signed by the drawer. So if it is not signed by the drawer, it is not a valid check. ഇപ്പോൾ ഒരു ചെക്കിൻ്റെ മേൽ ഡ്രോയറിൻ്റെ സിഗ്നേച്ചർ ഇല്ല എങ്കിൽ അതൊരു വാലിഡ് ചെക്ക് അല്ല. അത് ഓണർ ചെയ്യേണ്ട ബാധ്യത ബാങ്കിനില്ല. അതൊരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്. സിഗ്നേച്ചർ ഓഫ് ദി ഡ്രോയർ, സിഗ്നേച്ചർ ഓഫ് ദി കസ്റ്റമർ. ദെൻ the order must be for the payment of a certain sum of money only. ചെക്കിൻ്റെ അകത്ത് എന്താ, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ ഓർഡർ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ certain sum of money only. മറ്റൊന്നിൻ്റെയും പേയ്മെൻറ്റിനല്ല.
The order must be for the payment of a fixed sum of money. So if the order mentions anything else other than money, it is not a check. പണം മാത്രം പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു ഓർഡറാണ്. മറ്റെന്തെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെക്കല്ല. ഒരു ഓർഡർ ടു പേ എ certain sum of money only become a valid check. If anything else is mentioned in the check, that will not be a valid check. Then the payee must be certain. The person to whom the amount shall be paid must be certain. Either it must be, in case of an order check, the name should be there. ഇനി bearer check ആണെങ്കിൽ അതാരാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു certain ഒരു കൃത്യമായൊരു വ്യക്തിക്കായിരിക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. So the payment must be made to the person whose name appears on the face of a check or to his order. ആരുടെ പേരാണോ ഒരു ചെക്കിൽ എഴുതിയിരിക്കുന്ന അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ചോ. or endorsee, call the endorsee, or to his order call the endorsee, or to the bearer of a check. ഇനി ഒരു bearer ചെക്ക് ആണ് എങ്കിൽ pay to bearer ആണെങ്കിൽ എന്താ, അതാരാണോ ഈ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റിന് വേണ്ടി അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. എനിവേ the payee must be certain. The person to whom the payment shall be made by the bank is certain. Then the amount of a check must be payable on demand. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. The amount of a check must be payable only on demand. ഇതാർക്കാണോ ഈ ചെക്ക് കൈവശം ഇരിക്കുന്നത്, ഇതാരാണോ ഇതിൻ്റെ റൈറ്റ്ഫുൾ ഹോൾഡറായിട്ട് ഇത് കൈവശം വെച്ചിരിക്കുന്നത്, he must demand the payment. So a check is always payable on demand. Otherwise a banker need not make the payment. കാരണം ഇത് ആർക്കാ കൊടുത്തിരിക്കുന്നത് അറിയില്ല. അപ്പം a check is always payable on demand. ഇതൊരു പ്രധാനപ്പെട്ട എസൻഷ്യലാണ്. നമ്മളൊരു ചെക്ക് ഡിമാൻഡ് ചെയ്താൽ മാത്രമേ ബാങ്കിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഒരു ബാങ്കിന് അറിയില്ലല്ലോ ഇത് ആർക്കാ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പം അതുപോലെ തന്നെ the amount of a check must be payable on demand. ഡിമാൻഡ് എന്താ? ഡിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ the banker must pay the payment immediately. ഒരു പേയ്മെൻറ്റ് ഡിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. 2-3 ദിവസം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെവിടെയാണ് ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡറിൻ്റെ അതേ ബ്രാഞ്ചിലാണ് ഈ ചെക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി കളക്ഷൻ എടുക്കുന്ന ചെക്കുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആകാം. അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ അതേ ദിവസം തന്നെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. 2-3 ദിവസം കഴിഞ്ഞ് പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങൾ, ഈ 7 പോയിൻറ്റ്സ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ചെക്ക്. ഒരു ചെക്ക് ഒരു വാലിഡ് ചെക്ക് ആകണമെന്നുണ്ടെങ്കിൽ റെക്വിസിറ്റ്സ് ഓഫ് എ വാലിഡ് ചെക്ക് ഈ 7 പോയിൻറ്റുകളാണ്. അത് ഓർത്തിരിക്കുക. ദെൻ ഒരു ചെക്കിൻ്റെ കാര്യത്തിൽ പാർട്ടീസ് ഇൻവോൾവ് ഇൻ എ ചെക്ക്. ഒരു ചെക്കാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കാരുണ്ട്, ആരൊക്കെയാണ് ഒരു ചെക്കിലെ പാർട്ടിക്കാരായിട്ട് വരുന്നത്. ഇപ്പം നമ്മളൊരു ചെക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഡ്രോയർ, ഈ ചെക്ക് എഴുതുന്നയാൾ, ഡ്രോ ചെയ്യുന്നയാൾ, അക്കൗണ്ട് ഹോൾഡർ. അപ്പം ആദ്യത്തെ ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹൂ ഡ്രോസ് ഓർ മേക്ക് എ ചെക്ക്. ചെക്ക് ഡ്രോ ചെയ്യുകയോ ചെക്ക് മേക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഡ്രോയർ. He is a customer of a bank or he is the account holder. He is the owner of a checkbook. അപ്പം ഡ്രോയർ is a person who draws or make a check. അതാണ് ആദ്യത്തെ പേഴ്സൺ, ഡ്രോയർ. Then ഡ്രോയി in case of a check, a drawee will be always a specified banker. ഡ്രോയി എല്ലായ്പ്പോഴും ഒരു സ്പെസിഫൈഡ് ബാങ്കറാണ് in case of a check. ഡ്രോയർ ബാങ്കിൻ്റെ കസ്റ്റമറും ഡ്രോയി ബാങ്കുമായിരിക്കും. ദെൻ ഡ്രോയർ ഈസ് എ പേഴ്സൺ. ദെൻ ദി ഡ്രോയർ മസ്റ്റ് ഓൾവേസ് ഹാവ് ആൻ അക്കൗണ്ട് ഹാവിങ് ക്രെഡിറ്റ് ബാലൻസ്. അതുപോലെ തന്നെ ഈ ഡ്രോയർക്ക് ഒരു അക്കൗണ്ട് വേണം, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകുന്നുള്ളൂ. ഇനി അതില്ല ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകണമെന്നില്ല. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഇല്ലാത്ത അക്കൗണ്ടുകളാണെങ്കിൽ ഡ്രോ ചെയ്യുന്ന അക്കൗണ്ട് ഹോൾഡർക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. നമ്മൾ ചെക്കിലെ പാർട്ടിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയർ, ഡ്രോയി ഈസ് ദി ബാങ്ക്, ഡ്രോയർ ഈസ് ദി അക്കൗണ്ട് ഹോൾഡർ. ദെൻ പേയി ഈസ് ദി പേഴ്സൺ ടു ഹും ദി amount of the check shall be paid. The person who
present the check for payment is pay, or pay is the person to whom the amount of the check shall be paid. ഇപ്പം പേ ആ ചെക്ക് കിട്ടുന്നയാളോ അല്ലെങ്കിൽ ഇത് എൻഡോഴ്സ് ചെയ്ത് ഒരു എൻഡോഴ്സി ആകാം, or any person who present that check for payment. That means eligible to receive the payment of a check. The person who is eligible to receive the payment of a check is known as the payee. ഇപ്പം ഒരു ചെക്കിലെ പ്രധാന മൂന്ന് പാർട്ടിക്കാർ ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ അക്കൗണ്ട് ഹോൾഡറാണ്, ഡ്രോയർ സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും. Then pay is the person to whom the amount of the check shall be paid. ഇനി നമ്മൾ ഒരു ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട്, രണ്ടും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റാണ്. ഇതിന് വ്യത്യാസമുണ്ട്. certain differences are there in case of a check and a bill of exchange. ഇപ്പം ചെക്കിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എന്താ? എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഇപ്പോൾ ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ സൈൻ ബൈ ദി മേക്കർ. അപ്പം അതെല്ലാം ഉണ്ട്. ഡയറക്റ്റിംഗ് ദി ബാഴ്സ്, ആ ബാങ്കിന് എന്താ ഒരു നിശ്ചിത എമൗണ്ട്, അതുപോലെ പേബിൾ ഓൺ ഡിമാൻഡ്. ഇതൊക്കെ ആണെങ്കിലും ഒരു ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ചില ഡിഫറൻസസ് ഉണ്ട്. വാട്ട് ആർ ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? നമ്മൾ ആ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, എ ചെക്ക് ക്യാൻ ബി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ഓൺലി. എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ, വേറാസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ഡ്രോൺ ഓൺ എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ മേലാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നതെങ്കിൽ അത് ചെക്കായിട്ട് മാറും. ബട്ട് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ഡ്രോൺ ഓൺ എനി പേഴ്സൺ. ആരുടെ മേൽ വേണമെങ്കിലും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാം, ഇൻക്ലൂഡിങ് എ ബാങ്കർ. ദെൻ സെക്കൻഡ്ലി, എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ പ്രിൻറ്റഡ് ഫോം. ചെക്കുകൾക്കൊരു പ്രിൻറ്റഡ് ഫോമുണ്ട്. ഓരോ അക്കൗണ്ട് ഹോൾഡറിനും ബാങ്കുകൾ ഒരു ചെക്ക് ബുക്ക് കൊടുക്കും, അതൊരു പ്രിൻറ്റഡ് ഫോർമാറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടെന്താ, ആ പ്രിൻറ്റഡ് ഫോർമാറ്റിൽ ചെക്ക് ഡ്രോ ചെയ്താൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബാധ്യത ബാങ്കുകൾക്കുണ്ടാകുന്നുള്ളൂ. സോ വി ക്യാൻ സേ എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ പ്രിൻറ്റഡ് ഫോം. ദെൻ ഇൻ കേസ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് നീഡ് നോട്ട് ബി പ്രിപ്പയർഡ് ഓൺ എ പ്രിൻറ്റഡ് ഫോം. നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താ, അത് എഴുതിയാൽ മതി. ഇത് റിട്ടേൺ ഫോർമാറ്റാണ്, പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് ഒന്നുമില്ല. അവിടെ വെള്ള പേപ്പറിൽ എഴുതിയാലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകും. എൻ്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസും സ്റ്റാമ്പും ഒക്കെ അഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നീഡ് നോട്ട് ബി ഓൾവേസ് ഡ്രോൺ ഓൺ എ പ്രിൻറ്റഡ് ഫോം. ഇറ്റ് നീഡ് നോട്ട് ബി ഡ്രോൺ ഓൺ എ പ്രിൻറ്റഡ് ഫോം, ബട്ട് എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ പ്രിൻറ്റഡ് ഫോം. ദെൻ ദി തേർഡ് ഡിഫറൻസ്, അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഈസ് നോട്ട് റിക്വയർഡ്. ഒരു ചെക്ക് ഒരിക്കലും ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഈസ് നോട്ട് റിക്വയർഡ്. അവിടെ ഡ്രോയി അക്സെപ്റ്റ് ചെയ്യാൻ ഡ്രോയി പേയ്മെൻറ്റ് നടത്തുക, ബാങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഈസ് കമ്പൽസറിലി റിക്വയർഡ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതൊരു വാലിഡ് ബില്ലാകുന്നത് ഡ്രോയി അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പം ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് ബൈ ദി ഡ്രോയി ഈസ് കമ്പൽസറിലി റിക്വയർഡ്. ദെൻ അഗെയിൻ ദി ഫോർത്ത് വൺ, ഇറ്റ് ക്യാൻ ബി ക്രോസ്ഡ്. എ ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ്, ബട്ട് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കനോട്ട് ബി ക്രോസ്ഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് ക്രോസിംഗ് ഇല്ല, ക്രോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ്. ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഗിവിംഗ് ഡയറക്ഷൻസ് ഐദർ ടു ദി പേയിങ് ബാങ്കർ ഓർ കളക്റ്റിംഗ് ബാങ്കർ. അതാണ് ക്രോസിംഗ്. പേയിങ് ബാങ്കർക്കോ കളക്റ്റിംഗ് ബാങ്കർക്കോ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ദെൻ ഇറ്റ് ഈസ് പേയബിൾ ഓൾവേസ് ഓൺ ഡിമാൻഡ്. എ ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ക്യാൻ ബി ഐദർ പേയബിൾ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദി മച്യൂരിറ്റി ഡേറ്റ്. ഡിമാൻഡ് ഒരു മസ്റ്റ് അല്ല, എസെൻഷ്യൽ കണ്ടീഷൻ അല്ല. ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്കാണെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആകുമ്പോൾ ഡിമാൻഡോ അല്ലെങ്കിൽ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റോ വന്നു കഴിയുമ്പോൾ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ ഡേയ്സ് ഓഫ് ഗ്രേസിൻ്റെ കാര്യം വരികയാണെങ്കിൽ നോ ഡേയ്സ് ഓഫ് ഗ്രേസ് ആർ അലൗഡ്. ചെക്കിൻ്റെ കാര്യത്തിൽ എന്താ, ഗ്രേസ് പീരീഡ് ഇല്ല.
അതിൻ്റെ ആ എക്സാക്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ അതൊരു സ്റ്റെയിൽ ചെക്കായിട്ട് മാറും. ഡ്രോ ചെയ്ത് 3 മാസം കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ഒരു സ്റ്റെയിൽ ചെക്കായിട്ട് മാറുന്നു. അതേസമയം ഒരു ബില്ലാണെങ്കിൽ 3 days ഓഫ് ഗ്രേസ് ആർ അലൗഡ്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 3 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് ആയിട്ട് കൊടുക്കും. ദെൻ ഇൻ കേസ് ഓഫ് എ ചെക്ക്, നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് റിക്വയർഡ്. ഒരു ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ അതിന് നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് എ മസ്റ്റ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ, ഡിസോണർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. അതിന് നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. സോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. നോട്ടിങ് അത്യാവശ്യമാണ്. അതൊരു നോട്ടറി പബ്ലിക്കിൻ്റെ സൈൻ ഉൾപ്പെടെ അത് നോട്ട് ചെയ്യണം. നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് ഇറ്റ്സ് എൻ എസെൻഷ്യൽ കണ്ടീഷൻ ഇൻ കേസ് ഓഫ് എ ഡിസോണേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡിസോണർ സംഭവിച്ചു കഴിഞ്ഞാൽ then the drawer can countermand the payment before the payment is due or before the payment is made. In case of a check, drawer can countermand the payment. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ആ ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കൗണ്ടർമാൻഡിങ്, ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു ദി ബാങ്ക് നോട്ട് ടു മേക്ക് പേയ്മെൻറ്റ്. ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് കൗണ്ടർമാൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്കാണ്? അക്കൗണ്ട് ഹോൾഡർക്കുണ്ട്, ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ബട്ട് കൗണ്ടർമാൻഡിങ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോട്ട് അലൗഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൗണ്ടർമാൻഡ് ചെയ്യാൻ പറ്റില്ല. ചെക്കാണെങ്കിൽ അത് കൗണ്ടർമാൻഡ് ചെയ്യാം. ഇപ്പോൾ ചെക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ഈ ചെക്കിൻ്റെ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? പേയ്മെൻറ്റ് കൊടുക്കണ്ട. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് കൗണ്ടർമാൻഡിങ് ഇല്ല. ദെൻ ഇൻ കേസ് ഓഫ് ചെക്ക്, നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് റിക്വയർഡ്. സ്റ്റാമ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല ചെക്കിൻ്റെ മേൽ. അതേസമയം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് ദി ബിൽ, സ്റ്റാമ്പ്സ് മസ്റ്റ് ബി അറ്റാച്ച്. അതിൻ്റെ അഫിക്സ് ചെയ്തിരിക്കണം. അപ്പം ഇറ്റ് റിക്വയർസ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ബില്ലിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, ചെക്കിന് സ്റ്റാമ്പിൻ്റെ ആവശ്യമില്ല. ദെൻ the payment should be stopped on receipt of notice of death, insolvency or insanity of the drawer. ഒരു ചെക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താ? ബാങ്കറിന് ഡ്രോ ചെയ്യുന്നയാൾ ഇൻസെയിൻ ആയെന്നോ അല്ലെങ്കിൽ മരിച്ചെന്നോ ഇൻസോൾവൻ്റ് ആയെന്നോ ഒക്കെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്കിൻ്റെ മേലുള്ള പേയ്മെൻറ്റ് നിർത്തണം. ആ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. So payment must be stopped on receiving notice of death, insanity or insolvency of the drawer. But in case of a bill of exchange, payment need not be stopped even if the drawer dies or become insolvent or insane. Bill of exchange ആണെങ്കിൽ എന്താ? നോട്ടീസ് കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ഡ്രോ ചെയ്തിരിക്കുന്നയാൾ if the drawer dies or become insolvent or insane, then it is used as a means of payment. Check is a means of payment of money from one person to another. It is used as a means of payment, but it is used as a means of financing trade. Bill of exchange is used as a means of financing trade. ട്രേഡിൻ്റെ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം ഡിഫറൻസ് ബിറ്റ്വീൻ എ ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഇനി നമുക്കെന്താ? ബെയറർ ചെക്കും ഓർഡർ ചെക്കും ഉണ്ട്. ബെയറർ ചെക്ക് ആൻഡ് ഓർഡർ ചെക്ക്. അപ്പം ബെയറർ ചെക്ക് ആണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് ടു ദി പേഴ്സൺ ഹു പ്രസൻറ്റ് ദി ചെക്ക് ഫോർ പേയ്മെൻറ്റ്. അതാണ് ബെയറർ. പേ ടു ബെയറർ ഓർ ടു ഈസ് ഓർഡർ. ഓർഡർ ചെക്ക് ആണെങ്കിൽ ആരുടെ പേരാണോ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അയാളുടെ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ അയാൾക്കോ അയാളുടെ ഓർഡർ അനുസരിച്ചോ പേയ്മെൻറ്റ് കൊടുക്കുക. ഇനി ഒരു ബെയറർ ചെക്ക് ആണെങ്കിൽ എന്താണ്? പേ ടു ദി പേഴ്സൺ ഹു പ്രസൻറ്റ് ദിസ് ചെക്ക് ഫോർ പേയ്മെൻറ്റ്. രണ്ടും വ്യത്യാസമാണ്, ബെയറർ ആൻഡ് ഓർഡർ. സോ ഇൻ കേസ് ഓഫ് എ ബെയറർ ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് പേയബിൾ ടു ദി ബെയറർ. A bearer check is one which is made payable to the bearer. That means a bearer check is one which can be paid to the person who present that for payment. ആരാണോ ഈ ചെക്ക് പേയ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാവുന്ന ചെക്കുകളാണ്
bearer checks, bearer instruments. Then a bearer check is payable at the counter. കൗണ്ടറിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. ആരാണോ ഇത് പേയ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവരുന്നത് അവിടെ ആ കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്യുന്നു. സോ എ bearer check is payable at the counter to the person who brings it for payment. കൗണ്ടറിൽ പേയ്മെൻറ്റിന് വേണ്ടി ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാവുന്ന ഒരു ചെക്കാണ് bearer check. bearer ചെക്കിൻ്റെ കാര്യത്തിൽ ഇത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ ഐഡൻറ്റിഫിക്കേഷൻ ഉറപ്പാക്കേണ്ട കാര്യം ബാങ്കുകൾക്കില്ല. പേ ടു ബെയറർ, ആരാണോ ഇത് കൊണ്ടുവരുന്നത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനാണ് പറയുന്നത് ബെയറർ. ഇപ്പം ബാങ്കിന് അല്ലെങ്കിൽ ഡ്രോയി ബാങ്കിന് അതൊരു ലീഗൽ ഓബ്ലിഗേഷൻ ഇല്ല. ഈ കൊണ്ടുവരുന്നയാളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനുള്ള ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഇല്ല. ഇതാര് കൊണ്ടുവരുന്നു അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുക എന്നേ ഉള്ളൂ. അതാണ് bearer checks. ദെൻ ഓർഡർ ചെക്ക് ആകുമ്പോഴേക്കും, സോ ഇൻ കേസ് ഓഫ് എൻ ഓർഡർ ചെക്ക്, ദി പേയ്സ് നെയിം മസ്റ്റ് ബി റിട്ടൺ ഓൺ ദി ചെക്ക്. പേയ്സ് നെയിം മസ്റ്റ് ബി റിട്ടൺ ഓൺ ദി ചെക്ക്. അപ്പം പേയുടെ പേര് ആ ചെക്കിൽ എഴുതിയിരിക്കുന്നത് കാണും. ആരുടെ പേരാണോ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അവർക്ക് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. ഇനി അതല്ല എങ്കിൽ പേര് അപ്പിയർ ചെയ്യുന്നയാൾ അത് എൻഡോസ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം. മസ്റ്റ് ബി പ്രോപ്പർലി എൻഡോസ്, കൃത്യമായിട്ട് എൻഡോസ് ചെയ്തിരിക്കുന്ന ഒരു ചെക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആർക്കാണോ ഇത് എൻഡോസ് ചെയ്തിരിക്കുന്നത് അവരുടെ പേര് കാണും, ബാക്ക് സൈഡിൽ കാണും. അപ്പോൾ അവർക്ക് മാത്രമേ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള ഒരർഹത വരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദി പേയ് മസ്റ്റ് ബി ഹ്യൂമൻ ബീയിങ്സ്. അതുപോലെ തന്നെ പേയ് ഒരിക്കലും ഒരു മനുഷ്യനാകണമെന്നില്ല, ഹ്യൂമൻ ബീങ്സ് ആകണമില്ല. എ ചെക്ക് ക്യാൻ ബി ഡ്രോൺ ദ നെയിം ഓഫ് എ കമ്പനി or any voluntary organization or any institution. Pay need not be a human being. Then അടുത്ത ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, an order check cannot be transferred from one person to another by mere delivery. An order check cannot be transferred from one person to another by mere delivery. അതേസമയം ഒരു bearer check ആണെങ്കിൽ a bearer check can be transferred from one person by mere delivery. In case of an order check, it must be properly endorsed by the transferor, whether the payee or holder. അപ്പം ഇത് കൈവശം വെച്ചിരിക്കുന്നയാൾ, ഇതിൻ്റെ ലീഗലായിട്ട് ജെന്യൂനായിട്ട് ഇതിൻ്റെ ഹോൾഡർ അത് എൻഡോസ് ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകുന്നുള്ളൂ. So an order check can be transferred only by endorsement and delivery. Mere delivery will not do the work. അതേസമയം ഒരു bearer ഇൻസ്ട്രുമെൻ്റ് ആണ് എങ്കിൽ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി.